Hello everyone. ഈ ഒരു വീഡിയോ ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെ മാത്രം എയിം ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് രണ്ട് പ്രൊഡക്ട്സ് നിങ്ങളൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതേപോലത്തെ വളരെ എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള രണ്ട് പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. ആ പ്രൊഡക്ട്സ് ഏതാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ രണ്ട് പ്രൊഡക്ട്സ് നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങേണ്ടുന്ന ഒരു സംഭവമല്ല. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങണം അല്ലെങ്കിൽ ഇതില്ലാണ്ട് പറ്റില്ല എന്നൊന്നുമുള്ള തരത്തിലുള്ള ഒരു രണ്ട് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ രണ്ട് പ്രൊഡക്ട്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം, നിങ്ങൾക്ക് വ്ളോഗുകൾ ചെയ്യാം, നിങ്ങൾക്ക് ലോങ് വീഡിയോ ചെയ്യാം, അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അടിപൊളി ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ വീഡിയോൻ്റെ ക്വാളിറ്റി ഒന്ന് കൂട്ടാൻ ഒന്ന് സ്ലൈറ്റ്ലി ഒന്ന് ഇൻക്രീസ് ചെയ്ത് കുറച്ചും കൂടെ ഒരു പ്രൊഫഷണൽ ആയ രീതിയിലേക്ക് നിങ്ങൾക്കൊന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റുകളാണ് ഞാൻ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഈ ഫസ്റ്റ് പ്രൊഡക്റ്റായിട്ട് എനിക്ക് പറയാനുള്ള സംഭവം, ഞാൻ വാങ്ങിച്ചത് ഈ രണ്ട് പ്രൊഡക്ട്സും ഞാൻ വാങ്ങിച്ചത് എൻ്റെ മറ്റേ യൂട്യൂബ് ചാനൽ ഞാൻ ഈ സാധനങ്ങൾ രണ്ടും വെച്ചിട്ടല്ല ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഈ രണ്ട് പ്രൊഡക്ട്സ് വാങ്ങിച്ചത്. ഒരു 24K അടുത്ത് എൻ്റെ മറ്റേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സ് അതിന് ശേഷമാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ അത് എൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോസ് അല്ല, ഫുൾ ക്ലാസ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് അതിലെനിക്ക് അങ്ങനെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വാങ്ങിച്ചതിന് ശേഷവും ഈ പറയുന്ന ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ കണ്ടിന്യൂസ്ലി ഞാൻ ഉപയോഗിക്കുന്ന സാധനമല്ല, വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് ഏതാണ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്, ഞാൻ വാങ്ങിച്ചിട്ടും അധികം യൂസ് ചെയ്തിട്ടില്ലാത്ത പ്രൊഡക്റ്റ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കാറ്റഗറിയിലുള്ള സംഭവമാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് ഈ ഒരു ട്രൈപോഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രൈപോഡ് ഇതിനൊരു 297 രൂപയാണ് വരുന്നത്. ഇപ്പോൾ ഇതിനൊരു 66 സെൻറ്റിമീറ്റർ ആണ് ഇതിന് മാക്സിമം ലെങ്ത്ത് നമുക്ക് കിട്ടുക. ഒരു 66 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 26 ഇഞ്ച് ഇത്രയും ലെങ്ത്താണ് കേട്ടോ ഞാൻ പറയുന്നത്, ഫുൾ ലെങ്ത്ത്. ആ ഒരു ലെങ്ത്താണ് ഇതിന് കിട്ടുള്ളൂ, അതൊരു സത്യമാണ്. അലുമിനിയം അലോയ് ട്യൂബാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് മൊബൈൽ ഹൊറിസോണ്ടലി വെർട്ടിക്കലി എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിനിങ്ങനെ 3 ട്രൈപോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ 3 കാലുകളൊക്കെ ഉണ്ട്. ഇത് ഒരു 1/2 കിലോയുടെയൊക്കെ വെയിറ്റ്, ഒരു ശരാശരി മൊബൈലിൻ്റെയൊക്കെ ഒരു വെയിറ്റൊക്കെ ഇതിനകത്ത് സുഖമായിട്ട് എന്താ പറയുക ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രൈപോഡാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഒരു ലൈറ്റിൻ്റെ സെക്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഈ ലൈറ്റിൻ്റെ സെക്ഷൻ വരുന്നുണ്ട്. അതിന് ഇവിടെ പുറകിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ സ്വിച്ച് വരുന്നത്. അപ്പോൾ ഇത് ഒരു വട്ടം കത്തിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡിം ലൈറ്റ് കത്തും, ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രീതിക്ക് ലൈറ്റ് വരും, ഒന്നുകൂടെ പ്രസ് ചെയ്ത് ഓഫ് ആവും. അപ്പോൾ നമുക്ക് ആ ഒരു ഫേസിലേക്ക് ഒരു കളറ്, ഒരു ബ്യൂട്ടിഫിക്കേഷൻ കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലൈറ്റ് യൂസ് ചെയ്യാം. ഇത് വെച്ച് നമുക്കിതിനെ എങ്ങനത്തോളം, അതായത് കറക്റ്റായിട്ട് സ്റ്റേണായിട്ട് നിർത്തണമെങ്കിൽ നമുക്ക് ഇത് വെച്ച് നമുക്കിവിടെ ടൈറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് ഈ സംഭവം വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഷെയ്ക്ക് ആവാത്ത രീതിയിൽ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇത് നിങ്ങൾ ഇതിനെക്കാട്ടിലും ക്വാളിറ്റിയുള്ള നല്ല പ്രൊഡക്റ്റുകൾ വേറെ ഉണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഹൈറ്റിൽ ഇടും. നമ്മളൊരു ഫുൾ സൈസ് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഹൈറ്റിലേക്കൊന്നും ഒതുത്തില്ല, അത്രയും വലുപ്പമൊന്നും ഇതിന് വരുന്നില്ല. അപ്പോൾ എന്താ പറയുക, ആ ഒരു റേഞ്ചിൽ ആവശ്യമുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ സജസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കുറച്ചും കൂടെ ഹൈറ്റും കുറച്ചും കൂടെ വെയിറ്റ് താങ്ങുന്ന തരത്തിലുള്ള ഒരുപാട് ട്രൈപോഡ്സ് നമുക്ക് വേറെ അവൈലബിൾ ആണ്. കുറച്ച് അഫോർഡബിൾ ആയാലും ആദ്യം പറഞ്ഞ ബിഗിനേഴ്സിനെയാണ് ഞാൻ എയിം ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇതൊരു 297 രൂപ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു സംഭവം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംഭവം വാങ്ങിക്കാം, നിങ്ങൾക്ക് ഐഡിയ ജസ്റ്റ് തരാറുണ്ട്. ഇതുപോലത്തെ ഒരു ട്രൈപോഡ് നിങ്ങൾക്ക് വാങ്ങിക്കാം. നിങ്ങളുടെ വീഡിയോൻ്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫസ്റ്റ് പ്രോഡക്റ്റാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു ട്രൈപോഡ്. അത് ഇതന്നെ വാങ്ങണം എന്നല്ല പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ട്രൈപോഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് എനിക്ക് നിങ്ങളുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കുറച്ചും കൂടെ നല്ലൊരു പ്രൊഡക്റ്റാണ്. കുറച്ചും കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇതിനേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതാണ് ഈ ഒരു വയർലെസ് മൈക്രോഫോൺ ഗ്രെനറോൻ്റെ. ഇത് ഈ ഗ്രെനറോൻ്റെ ഞാൻ വാങ്ങിച്ചത് ഗ്രെനറോൻ്റെ ആണ്. നിങ്ങൾ ഗ്രെനറോൻ്റെ വാങ്ങിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാനിത് കമ്മീഷൻ വെച്ചിട്ടുള്ളൊരു വീഡിയോ എന്നല്ല. ഞാൻ വാങ്ങിച്ച് എനിക്ക് കൊള്ളാൻ തോന്നുന്ന പ്രൊഡക്ട്സ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വയർലെസ് മൈക്രോഫോണാണ്. ഇതും ഞാൻ നിങ്ങൾക്ക് പറയണത്, നിങ്ങളുടെ ഫോൺ അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു ഫോണാണ്, നിങ്ങളുടെ അതിൽ വോയിസ് തന്നെ നല്ല ക്ലാരിറ്റികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പക്ഷേ ഒരു മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്യുന്ന പറയുമ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ക്വാളിറ്റി വേറൊരു ലെവലിലേക്ക് എത്തും എന്നതൊരു സത്യമാണ്. ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ ഈ മൈക്കില്ലാതെ എനിക്ക് കുറേ
കാലം ഇത്രയും വർഷം ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നത്. പിന്നെ എനിക്കിപ്പോൾ ഈ അടുത്ത് എനിക്ക് കുറേ കമൻസ് കാരണം തന്നെ മൈക്ക് യൂസ് ചെയ്യും. കാരണം നമുക്ക് ഒരുപാട് നോയ്സ് നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്നാണെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും ഒരുപാട് നോയ്സുകൾ വരും. അപ്പോൾ അതൊന്ന് റെഡ്യൂസ് ചെയ്യുന്ന രീതി ഈ അടുത്താണ് ഞാൻ ഈ മൈക്ക് വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മുന്നേ വാങ്ങിക്കായിരുന്നു. നല്ല പ്രൊഡക്റ്റാണ്. ഞാനിപ്പോൾ ഈ യൂസ് ചെയ്യുന്ന മൈക്കാണ് കേട്ടോ അത്. അപ്പോൾ ഇതിന് ഒരു ഈ പിക്ചറിൽ കാണുന്ന പോയി കഴിഞ്ഞാൽ ഇതിന് മൈക്ക് കണക്ഷൻ പോയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. ഇത് നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്യാം, ചാർജ് ചെയ്യുന്നതിൻ്റെ അവിടെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഈ ഒരു മൈക്കിൻ്റെ ഇങ്ങനത്തെ ഒരു സെക്ഷന് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോയ്സ് റിഡക്ഷൻ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. പക്ഷേ അടിപൊളി സംഭവം, നമ്മുടെ അവിടെ എന്ത് സംഭവിച്ചാലും കേൾക്കില്ല, അങ്ങനെയൊന്നല്ല. ഇതിന് 3 ലെവൽ നോയ്സ് റിഡക്ഷൻ ആണുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത് കേട്ടോ. ഇവിടെയാണ് പവർ ബട്ടൺ വരുന്നത്. ഇത് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും. അപ്പോൾ ഇങ്ങനെ ഗ്രീൻ ലൈറ്റ് കത്തും. അത് ഒരു തവണയും കൂടെ നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ലെവൽ നോയ്സ് റിഡക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ പോയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് ലെവൽ നോയ്സ് റിഡക്ഷൻ എടുക്കും. നല്ല ക്രൗഡി ആയ സ്ഥലത്ത് പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ 3rd ലെവൽ ഒന്നും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 3rd ലെവലിലോട്ട് അത് മാറും. അതേപോലെ തന്നെ നമ്മൾ മ്യൂട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ബട്ടൺ, ഞാൻ മ്യൂട്ട് ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പേപ്പറിൽ നോക്കിയിട്ടാണ് നോക്കിയത്. മ്യൂട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ബട്ടൺ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സംഭവം മ്യൂട്ട് ആവും. ഇവിടെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു മ്യൂട്ടിൻ്റെ കളർ കാണാം. അപ്പോൾ അത് എനേബിൾ ആയി കഴിഞ്ഞാൽ അത് മ്യൂട്ട് ആവും എന്നാണ് അർത്ഥം. പിന്നെ ചാർജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ നമുക്കൊരു റെഡ് ലൈറ്റ് ആയിട്ട് ഇത് ചേഞ്ച് വരും. അങ്ങനെ ഇതിനകത്ത് തന്നെ നമുക്ക് എല്ലാ സംഭവങ്ങളും കാണാം. പിന്നെ നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് സെറ്റ് ചെയ്യാനുള്ള ഇങ്ങനെ ഒരു ഭാഗമുണ്ട് ഒരിൻ്റെ. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ എക്സ്ട്രാ ഒരു ബോക്സും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അത് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഇതിൻ്റെ ഒരു ചാർജ് ചെയ്യാനുള്ള ഒരു കേബിൾ ഉണ്ട്. ഇപ്പോൾ കേബിൾ യൂസ് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാം. ഇതിങ്ങനത്തെ ഒരു കേബിൾ, സി ടൈപ്പ് കേബിൾ വരുന്നുണ്ട്. പിന്നെ ഇതിന് തന്നെ നമുക്ക് ഈ ഒരു മൈക്കിൻ്റെ ഹെഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇതൊരു ഫർ ടൈപ്പാണ്, കുറച്ചും കൂടി നോയ്സ് റിഡക്ഷന് ബെറ്റർ ആയിരിക്കും. ഇങ്ങനത്തെ ഒരു ഹെഡ് കൂടെ ഇതിന് വരുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് മാറ്റി യൂസ് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഈ ഒരു ഗ്രനറോൻ്റെ ഈ ഒരു മൈക്കിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇതിന് നമ്മൾ റേറ്റ് നോക്കുകയാണെങ്കിൽ 790 രൂപയാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ. ഇതൊക്കെ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ച സംഭവങ്ങളാണ്. ആ ഒരു റേറ്റേ വരുന്നുള്ളൂ. അത് മോശമില്ല. ആ ഒരു റേറ്റിന് ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയും ഈ ഒരു 2 പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു മൈക്ക്, ജസ്റ്റ് ഒരു മൈക്കെങ്കിലും നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ 2 തരത്തിലും റെക്കോർഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വീഡിയോസൊക്കെ നല്ല ക്വാളിറ്റി വ്യത്യാസം വന്നു കേട്ടോ ഈ ഒരു എന്താ പറയുക മൈക്ക് വാങ്ങിച്ചതിന് ശേഷം. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മൈക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ വീഡിയോ ഒന്നും എന്താ പറയുക കമ്മീഷൻ ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളല്ല. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 2 സംഭവം ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനെ കൊണ്ട് എനിക്ക് യാതൊരു കമ്മീഷനും കിട്ടുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയ 2 പ്രൊഡക്റ്റുകൾ ഞാൻ ബിഗിനേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.